ടോപ്പ് ട്യൂഷൻ്റെ SSLC കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 4 ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്സ്. ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇന്ന് നോക്കാം. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഗ്രാം ആറ്റമിക് മാസ് അഥവാ GAM? ഗ്രാം ആറ്റമിക് മാസ് എന്നാൽ ഒരു എലമെൻറ്റിൻ്റെ ആറ്റമിക് മാസ്, യുവിലുള്ള ആ ആറ്റമിക് മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് ഗ്രാം ആറ്റമിക് മാസ് അഥവാ GAM എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിളായി ഓക്സിജൻ എടുക്കുക. ഓക്സിജൻ്റെ ആറ്റമിക് മാസ് നമുക്കറിയാം 16U ആണ്. ഈ 16Uവിന് പകരം 16 ഗ്രാം എന്ന് എഴുതുമ്പോൾ അതാണ് ഈ ഗ്രാം ആറ്റമിക് മാസ് GAM. എന്താണ് ഈ GAM എന്നുള്ള ആ ടേമിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു എലമെൻറ്റിൻ്റെ ആറ്റമിക് മാസ് എത്രയാണോ അത് ഇക്വലൻ്റ് ഗ്രാമിലേക്ക് എടുത്താൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്, നമ്മളെടുത്ത എലമെൻറ്റിൻ്റെ ആറ്റംസ് ഉണ്ടാകും. അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23 ആറ്റംസ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഗ്രാം മോളിക്കുലാർ മാസ് അഥവാ GMM? GMM എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണോ അതിൻ്റെ ഇക്വലൻ്റ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വാട്ടർ എടുക്കൂ. വാട്ടർ, ഒരു ഓക്സിജൻ, 2 ഹൈഡ്രജൻ. മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ എത്രയാണ്? 2 × 1 + 6, 1 × 16, 18U ആണ് വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ്. ഈ 18Uവിനെ 18 ഗ്രാമിലേക്ക് എഴുതുമ്പോൾ അതാണ് ഗ്രാം മോളിക്കുലാർ മാസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മോളിക്കുലാർ മാസ് എത്ര U ആണോ അതിൻ്റെ ഇക്വലൻ്റ് ഗ്രാം എടുത്താൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് നമ്മൾ എടുത്ത സബ്സ്റ്റൻസിൻ്റെ മോളിക്യൂൾസ് ഉണ്ടാകും. ആറ്റമിക് മാസിൽ GAM എടുത്തപ്പോൾ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായി. GMM മോളിക്യൂളിൻ്റെയാണ്. ഒരു മോളിക്കുലാർ മാസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഗ്രാമിലേക്ക് മാറ്റി GMMൽ ആ എടുത്തിരിക്കുന്ന എലമെൻറ്റോ സബ്സ്റ്റൻസോ അതിൻ്റെ ഉള്ളത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് മോളാർ മാസ്? മോളാർ മാസ് എന്നാൽ എന്താണ്? നോക്കൂ, മോളാർ മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ്, അതിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന സബ്സ്റ്റൻസ് ഒന്നുകിൽ മോളിക്യൂൾസ് ആകാം അല്ലെങ്കിൽ ആറ്റംസ് ആകാം. ആറ്റംസ് ആണ് എടുത്തെങ്കിൽ അതിൽ മാസ് ഓഫ് ദാറ്റ് 1 മോൾ ഓഫ് ആറ്റംസ്. ഇനി മോളിക്യൂളാണ് നമ്മൾ 1 മോൾ എടുത്തതെന്നുണ്ടെങ്കിൽ മാസ് ഓഫ് 1 മോൾ ഓഫ് മോളിക്യൂൾസ്. രണ്ടിനെ നമ്മൾ പറയുന്നത് 1 മോളിൻ്റെ മാസ്, അത് ആറ്റമാകാം ഒരു മോളിക്യൂളാകാം, എന്താണെങ്കിലും 1 മോളിൻ്റെ മാസ് എത്രയാണോ അതാണ് മോളാർ മാസ്. അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഗ്രാം പെർ മോൾ, എത്ര ഗ്രാം ഒരു മോളിലുണ്ട് എന്ന അർത്ഥത്തിൽ ഗ്രാം പെർ മോളാണ് അതിൻ്റെ യൂണിറ്റ്. ഇവിടെ നമ്മൾ ഒരു വാട്ടർ മോളിക്യൂൾ നോക്കുകയാണെങ്കിൽ ഒരു ഓക്സിജൻ, 2 ഹൈഡ്രജൻ, ഒരു വാട്ടർ മോളിക്യൂൾ. അതുപോലെ 1 മോൾ ഓഫ് വാട്ടർ മോളിക്യൂളിന് എത്ര മാസ് ഉണ്ട് അതാണ് നമ്മുടെ മോളാർ മാസ്. ഇതിൽ നിന്ന് അടുത്ത ഐഡിയ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 മോൾ ഓഫ് ഒരു സബ്സ്റ്റൻസ് വന്നാൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്നറിയാം. അപ്പോൾ 1 മോളാർ മാസ് എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ മാസാണ്. അതായത് ഒരു മോളിക്യൂളിനെ 1 മോളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിൽ ഇതിൻ്റെ മോളിക്കുലാർ മാസ് എത്രയുണ്ടോ അത്രയും ഗ്രാമാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. ആ 1 മോളിൻ്റെ മാസിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. മോളാർ മാസിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകും. എക്സാമ്പിൾ ഓക്സിജൻ 32 ആണ് മോളിക്കുലാർ മാസ്. 1 മോളാർ മാസ് ഓഫ് ഓക്സിജൻ നമ്മൾ 32 ഗ്രാം പെർ മോൾ, G/mol എന്നുള്ളതാണ് യൂണിറ്റ്. അത് അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കണേ. ഇനി സെയിം തിങ് തന്നെ നമ്മൾ ഓക്സിജൻ്റെ ആറ്റംസ് ആണ് എടുത്തെങ്കിലോ, ആറ്റമിക് മാസ് ഓഫ് ഓക്സിജൻ 16 ആണ്. ഈ ആറ്റമിക് മാസ് ഓഫ് ഓക്സിജൻ 16 ആകുമ്പോൾ 16 ഗ്രാം പെർ മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ മോളാർ മാസ് ഓഫ് ഓക്സിജൻ ആറ്റം അത് 16U, അതിലും അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് കണ്ടോ. ആറ്റമിക് മാസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഗ്രാം എടുത്തപ്പോൾ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ്, മോളിക്കുലാർ മാസിന് ഇക്വലൻ്റ് ആയ
ഗ്രാമിലേക്ക് എടുക്കുമ്പോൾ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ്. രണ്ടിൻ്റെയും ഒരു മോളിൻ്റെ മാസ് എത്രയാണോ അതിനെ നമുക്ക് മോളാർ മാസ് എന്ന് പറയും. 1 മോളാർ മാസ് ഓഫ് ഓക്സിജൻ ആറ്റം 16U ആണ്. 1 മോളാർ മാസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ 32U ആണ് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മോളാർ വോളിയം? മോളാർ വോളിയം എന്നാൽ എന്താണ്? മോളാർ വോളിയം എന്നത് വോളിയം ഓക്യുപ്പൈഡ് ബൈ 1 മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഒരു മോൾ ഓഫ് എനി ഗ്യാസ് ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയത്തിന് പറയുന്നതാണ് മോളാർ വോളിയം. അതായത് 1 മോളിൻ്റെ വോളിയം. നമ്മൾ മോളാർ മാസ് കണ്ടു, 1 മോളിൻ്റെ മാസ്. സിമിലർലി 1 മോളിൻ്റെ വോളിയമാണ് മോളാർ വോളിയം. ഇവിടെ ഒരു വ്യത്യാസം മനസ്സിൽ വേണ്ടിയത്, ഏത് ഗ്യാസ് ആണെന്നുണ്ടെങ്കിലും 1 മോളിൻ്റെ STPയിലുള്ള വോളിയം സെയിം ആയിരിക്കും. നമ്മൾ മോളാർ മാസ് എടുക്കുന്ന കേസിൽ ഓരോ സബ്സ്റ്റൻസിൻ്റെയും മോളാർ മാസ് അതിൻ്റെ മൊളിക്കുലാർ മാസിന് പ്രൊപ്പോർഷണലായിട്ട് മാറിയിട്ടുണ്ട്. അത് എല്ലാ സബ്സ്റ്റൻസിൻ്റെയും സെയിം അല്ല. മോളാർ മാസ് 1 മോളിൻ്റെ മാസ് സെയിം അല്ല. ഇവിടെ മോളാർ വോളിയം വരുമ്പോൾ എനി ഗ്യാസിൻ്റെ ആണെങ്കിലും 1 മോൾ ഓക്യുപ്പൈ ചെയ്യുന്നത് സെയിം വോളിയം ആയിരിക്കും. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ നോക്കുമ്പോൾ 0 ഡിഗ്രിയാണ്, 273 കെൽവിൻ, 1 ATM. അപ്പോൾ STPയിൽ ഏത് ഗ്യാസും 1 മോളാണോ അത് ഓക്യുപ്പൈ ചെയ്യുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. ഇത്തരം ഡയറക്റ്റ് മാപ്പിംഗ് നമുക്ക് മാസിൻ്റെ കാര്യത്തിൽ, മോളാർ മാസിൻ്റെ കാര്യത്തിലില്ല. അവിടെ ഓരോ സബ്സ്റ്റൻസും അതിൻ്റെ മോളിക്കുലാർ മാസിന് എത്രയാണോ അത്രയും ഗ്രാമാണ് അതിൻ്റെ മോളാർ മാസ് വരുന്നത്. ഇവിടെ എല്ലാ ഗ്യാസിനും ഇറസ്പെക്റ്റീവ് ഓഫ് ഏത് ഗ്യാസാണോ അത് ഒരു മോളാണോ ആ ഗ്യാസ് അറ്റ് STPയിൽ അത് 22.4 ലിറ്ററിലായിരിക്കും ഏത് ഗ്യാസും ഓക്യുപ്പൈ ചെയ്യുന്നത്. എക്സാമ്പിൾ, 1 മോൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് 2 ഗ്രാം ഓക്യുപ്പൈസ് 22.4 ലിറ്റർ അറ്റ് STP. ഹൈഡ്രജൻ എടുക്കുക, അതിൻ്റെ 1 മോളിൻ്റെ മാസ് 2 ഗ്രാം ആണ്. അതായത് മോളാർ മാസ് 2 ഗ്രാം ആണ്. 22.4 ലിറ്ററിലാണ്. അതിന് മോളാർ വോളിയം നോക്കിയാൽ 22.4 ലിറ്റർ ആയിരിക്കും. 1 മോൾ ഓഫ് ഓക്സിജൻ എടുക്കുമ്പോൾ മോളാർ മാസ് ഡിഫറെൻ്റ് ആണ്. ഓക്സിജൻ ഗ്യാസ് ആകുമ്പോൾ 32 ഗ്രാം എടുക്കണം. അതും മോളാർ വോളിയത്തിലേക്ക് വരുമ്പോൾ 22.4 ലിറ്റർ തന്നെ ആയിരിക്കും. അതായത് ഏത് ഗ്യാസ് ആയിക്കോട്ടെ, അത് മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ ഒരു മോൾ ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം എല്ലാ ഗ്യാസിനും സെയിം ആയിരിക്കും അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അത് 22.4 ലിറ്റർ ആണ്. ക്വസ്റ്റ്യൻ, ഡിഫൈൻ മോൾ. മോൾ ഡിഫൈൻ ചെയ്യുക. മോൾ എന്നാൽ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന നമ്മളൊരു SI യൂണിറ്റ് ആണ്. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? വെരി ലാർജ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ആറ്റംസിൻ്റെയും മോളിക്യൂൾസിൻ്റെയൊക്കെ സൈസ് ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്തിട്ട് ആറ്റംസും മോളിക്യൂൾസൊക്കെ നമ്മൾ മെഷർ ചെയ്തിട്ട് റിയാക്ഷൻ നടക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഈസി ഹാൻഡിൽ ചെയ്യുന്ന നമ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് SI യൂണിറ്റ് ആണ് മോൾ. ഈ മോൾ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? ഒരു എലമെൻറ്റിൻ്റെ ആറ്റമിക് മാസ് എത്രയാണോ അത്ര ഗ്രാമിൽ എടുക്കുന്നതിനാണ് 1 മോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ, ഒരു കോമ്പൗണ്ടിൻ്റെ, അതിൻ്റെ എലമെൻറ്റിൻ്റെ അതിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണോ അത് ഗ്രാമിൽ എടുക്കുന്നതിന് അതിനെ മോൾ തന്നെ. ആറ്റമിക് മാസ് ഓർ മോളിക്കുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം, അതിനെ പറയുന്നതാണ് 1 മോൾ. ഒരു എലമെൻറ്റ് അതിൻ്റെ 1 മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാകും. അതായത് ആറ്റമിക് മാസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഗ്രാമാണ് എടുത്തെങ്കിൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാകും. മോളിക്കുലാർ മാസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഗ്രാം എടുത്താൽ ആ 1 മോളിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. നമ്മൾ എടുത്തിരിക്കുന്നത് 1 മോൾ ആറ്റമിക് മാസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഗ്രാമാണ് എടുത്തെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും ഉണ്ടാകുക 1 മോളിൽ. നമ്മൾ എടുത്തിരിക്കുന്നത് മോളിക്കുലാർ മാസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഗ്രാമാണ് എടുത്തിരിക്കുന്നത് എങ്കിൽ ആ 1 മോളിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാകും. 6.022 × 10⁻23 പറയുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ.
എക്സാമ്പിൾ നോക്കാം. 1 മോൾ ഓഫ് ഓക്സിജൻ ആറ്റംസ് അതായത് 16 ഗ്രാം ആണ്. ഓക്സിജൻ്റെ ആറ്റമിക് മാസ് 16 U ആണ്. 1 മോൾ ഓഫ് ഓക്സിജൻ ആറ്റംസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഓക്സിജൻ ആറ്റം, അപ്പോൾ അതിന് 16 ഗ്രാമിലേക്ക് എടുത്താൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഉണ്ടാകും. ഇനി സെയിം തിങ് തന്നെ ഓക്സിജൻ നമ്മൾ മോളിക്യൂൾസ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ 1 മോൾ ഓക്സിജൻ മോളിക്യൂളാണ് എടുത്തെങ്കിൽ അതിൻ്റെ മോളിക്കുലാർ മാസ് 32 ഗ്രാം ആണ്, 32 U ആണ്. അപ്പോൾ 32 ഗ്രാമിലെടുത്താൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാകും. ഇത് മനസ്സിലാക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ കാർബൺ 12ൽ ആറ്റമിക് മാസ് 12 U ആണ്. ഇനി 12 ഗ്രാമിൽ കാർബൺ 12 എടുത്താലോ, സി അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ 12 ആറ്റംസ്. കോപ്പർ അതിൻ്റെ ആറ്റമിക് മാസ് 63.5 U ആണ്. ഇനി കോപ്പർ 63.5 ഗ്രാമിലേക്ക് എടുത്താലോ അതിലും വരുന്നത് അവഗാഡ്രോ നമ്പർ തന്നെയാണ് ആറ്റംസ് വരുന്നത്. ആറ്റം കൂടുതൽ വലിപ്പമുള്ളത് കോപ്പറിലായത് കാരണം ഇവിടെ കൂടുതൽ അളവ് നമുക്ക് തോന്നും, പക്ഷേ പാർട്ടിക്കിൾ കൗണ്ട് രണ്ടിലും സെയിം ആയിരിക്കും. അതാണ് മോൾ. ഒരു മോളിലെടുത്താൽ എനി സബ്സ്റ്റൻസ് ആണോ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും എന്നുള്ളതാണ് ഈ മോൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ മോളിക്കുലാർ മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് H2SO4. ഹൈഡ്രജൻ്റെയും സൾഫറിൻ്റെയും ഓക്സിജൻ്റെയൊക്കെ ആറ്റമിക് മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു മോളിക്കുലാർ മാസ് കണക്കാക്കാനായിട്ട് അതിലെ ഇൻഡിവിജ്വൽ ആറ്റംസിന് ഓരോന്നിൻ്റെയും മാസ് എത്രയെന്ന്, ഓരോന്നും എത്ര നമ്പർ വീതം ആറ്റംസ് ഉണ്ടെന്ന് കണക്കാക്കി ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഇവിടെ നോക്കൂ, H2SO4 രണ്ട് ഹൈഡ്രജൻ, ഒരു സൾഫർ, 4 ഓക്സിജൻ. ഒരു ഹൈഡ്രജൻ്റെ മാസ് 1 ആണ്. അപ്പോൾ 2 ഹൈഡ്രജൻ 2 × 1. ഒരു സൾഫറേ ഉള്ളൂ, 1 × സൾഫറിൻ്റേത് 32 U. ഓക്സിജൻ 16 ആണ് ആറ്റമിക് മാസ്, 4 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ 4 × 16. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 98 U ആണ് ഈ സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ: ഹൗ മെനി ആറ്റംസ് ആർ ദെയർ ഇൻ 90 grams ഓഫ് വാട്ടർ? 90 grams വാട്ടർ എടുത്താൽ അതിൽ എത്ര ആറ്റംസ് ഉണ്ടെന്നാണ് നമുക്ക് കണക്കാക്കേണ്ടത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാം. ആദ്യം തന്നിരിക്കുന്ന മാസ് 90 gram ആണ്. ഒരു വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് എത്രയെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. H2Oയിൽ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ. മോളിക്കുലാർ മാസ് എത്രയാണ്? 2 × 1 + 1 × 16. 18 gram ആണ് വാട്ടറിൻ്റെ ഒരു മോളിക്യൂളിൻ്റെ മാസ്, അതായത് 1 മോളാർ മാസ് 18 gram per മോൾ. മോളിക്കുലാർ മാസ് 18 U, മോളാർ മാസ് 18 gram per മോൾ. ഇനി ഒരു മോളിൻ്റെ മാസ് 18 ആണ് എങ്കിൽ 90 ഗ്രാമിൽ എത്ര മോൾസ് ഉണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം. ഗിവൺ മാസ് ബൈ മോളാർ മാസ് 90/18, 5 മോൾസ് ആണ് ഈ 90 ഗ്രാംസിൽ ഉള്ളത്. നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണക്കാക്കാം. അവഗാഡ്രോ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നമ്പർ ഓഫ് മോൾസിനെ. ദാറ്റ് ഈസ് 5 × അവഗാഡ്രോ നമ്പർ 3.011 × 10^24 നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് അല്ല, നമ്പർ ഓഫ് ഹൗ മെനി ആറ്റംസ്, എത്ര ആറ്റംസ് ആണ് ഈ ഗിവൺ 90 ഗ്രാമിലുള്ളതെന്നാണ് നോക്കേണ്ടത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് കിട്ടി. ഇനി ഒരു മോളിക്യൂൾ ഓഫ് വാട്ടറിൽ 3 ആറ്റം ഉണ്ട്, അതായത് 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ. ഒരു മോളിക്യൂളിലുള്ളത് 3 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3.011 × 10^24 മോളിക്യൂൾസിൽ × 3 ചെയ്താൽ മതിയല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 90 gram ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 3 × നമ്പർ ഓഫ് മോളിക്യൂൾസ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 9.033 × 10^24 ആറ്റംസ്. ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ ഫോളോയിങ് വാല്യൂസ് ഫോർ NH3 മോളിക്യൂൾ. അമോണിയ മോളിക്യൂളിന് താഴെ പറയുന്ന വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അമോണിയ NH3 കാൽക്കുലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന മോളിക്കുലാർ മാസ്. NH3യിൽ ഒരു നൈട്രജൻ ഉണ്ട്, 3 ഹൈഡ്രജൻ ഉണ്ട്. നൈട്രജൻ്റേത് ആറ്റമിക് മാസ് 14, ഹൈഡ്രജൻ്റേത് 1. ഒരു നൈട്രജൻ 1 × 14, 3 ഹൈഡ്രജൻ 3 × 1. അപ്പോൾ 14 + 3 17 U ആണ്
molecular mass of ammonia. Next, GMM, gram molecular mass. Molecular mass expressed in gram ആണ് GMM. അപ്പോൾ molecular mass 17U ആണെങ്കിൽ GMM, gram molecular mass എന്ന് പറയുമ്പോൾ molecular mass 17, അത് തന്നെ യൂണിറ്റ് G per mol. molecular mass Uയിലുള്ളത് സെയിം വാല്യൂ എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം പെർ മോൾ, അതാണ് GMM. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് മാസ് ഓഫ് 1 മോൾ ഓഫ് അമോണിയ. മാസ് ഓഫ് 1 മോൾ എങ്ങനെ കണക്കാക്കുക? അമോണിയയുടെ മോളിക്കുലർ മാസ് നമുക്കറിയാം 17U. 17U ഗ്രാമിലേക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോഴേക്കും അത് ഗ്രാം മോളിക്കുലർ മാസ്, അതാണ് മാസ് ഓഫ് 1 മോൾ. 17Uവിനെ 17 ഗ്രാം ആക്കുമ്പോൾ അതാണ് 1 മോൾ ഓഫ് അമോണിയ. അതിൻ്റെ മാസ് 17 ഗ്രാം പെർ മോൾ. അഗെയിൻ മോളാർ മാസ് ആണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. മോളാർ മാസ് പറഞ്ഞാൽ മാസ് ഓഫ് 1 മോൾ. അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ മാസിനെയാണ് നമ്മൾ 1 മോളിൻ്റെ മാസ്, അതിനെ മോളാർ മാസ്. നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഇവിടെ കിട്ടി 1 മോൾ ഓഫ് അമോണിയ 17 ഗ്രാം പെർ മോൾ. അത് തന്നെയാണ് ഈ മോളാർ മാസ് 17 ഗ്രാം പെർ മോൾ. ക്വസ്റ്റ്യൻ: What happens to the volume of a gas when pressure is doubled at a constant temperature? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ വോളിയത്തിന് എന്ത് സംഭവിക്കും എന്നാണ്. പ്രഷർ കൂട്ടി പറഞ്ഞാൽ പ്രഷർ ഡബിൾ ആക്കി കഴിഞ്ഞാൽ വോളിയം എന്ത് സംഭവിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ആദ്യത്തെ സിനാരിയോ P1 പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയുവാണ് ചെയ്യുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സിനാരിയോയിൽ. ഇനിഷ്യൽ കണ്ടീഷനിൽ P1, സെക്കൻഡ് P2. ഈ പ്രോഡക്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും. പ്രഷർ കൂടിയ വോളിയം കുറയും, വോളിയം കൂടിയ പ്രഷർ കൂടും, അങ്ങനെ. അപ്പോൾ PV ഈസ് എ കോൺസ്റ്റൻറ്റ്. ബോയിൽസ് ലോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ബോയിൽസ് ലോ പ്രകാരം PV ഈസ് എ കോൺസ്റ്റൻറ്റ്. P1 ഇസ് ഈക്വൽ ടു P2. നമ്മളോട് V2 സെക്കൻഡ് സിനാരിയോയിലുള്ള വോളിയമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് P1 ഇസ് ഈക്വൽ ടു P2. V2 ഇസ് ഈക്വൽ ടു P1 ബൈ P2. ഇനി തന്നിരിക്കുന്നത് പ്രഷർ ഡബിൾ ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് P2 ഇസ് ഈക്വൽ ടു 2P1. ആദ്യത്തെ പ്രഷറിൻ്റെ ഡബിൾ ആണ് സെക്കൻഡ് പ്രഷർ. അപ്പോൾ P2 ഇസ് ഈക്വൽ ടു 2P1 ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ V2 ഇസ് ഈക്വൽ ടു P1 ബൈ P2ന് പകരം നമ്മൾ കൊടുക്കാൻ പോകുന്നത് 2P1. P1 ക്യാൻസൽ ചെയ്തു. സോ V2 ഇസ് ഈക്വൽ ടു V1 ബൈ 2 കിട്ടി. അതായത് വോളിയം ഹാഫായി. പ്രഷർ ഡബിൾ ആക്കിയപ്പോഴേക്കും വോളിയം ഹാഫായി ചുരുങ്ങി. ദ വോളിയം ഓഫ് ദ ഗ്യാസ് ബിക്കംസ് ഹാഫ് വെൻ ദ പ്രഷർ ഈസ് ഡബിൾഡ്. ക്വസ്റ്റ്യൻ: ഇവിടെ ഒരു സിനാരിയോ തന്നിട്ടുണ്ട്. ഒരു അക്വേറിയത്തിൻ്റെ താഴത്തിലെ നമ്മൾ ഒബ്സർവ് ചെയ്ത ബബിൾ സൈസ് കുറവായിരിക്കും. സർഫസിലേക്ക് വരുമ്പോഴേക്കും ബബിൾ സൈസ് വലുതായിട്ടായിട്ട് കാണും. അതിൻ്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ബോയിൽസ് ലോ ആണ്. ബോയിൽസ് ലോ പറയുന്നത് വോളിയം പ്രഷറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്ന. പ്രഷർ കൂടിയാൽ വോളിയം കുറയും, അതാണ് ബോയിൽസ് ലോ പ്രകാരം. ബോട്ടം ഓഫ് ദ അക്വേറിയത്തിൽ നോക്കുമ്പോൾ പ്രഷർ സർഫസ് ലെവലിനേക്കാളും പ്രഷർ ഇവിടെ കൂടുതലായിരിക്കും. പ്രഷർ കൂടുമ്പോൾ വോളിയം ഓഫ് ദ ബബിൾ കുറഞ്ഞു. ഇനി ഈ ബബിൾ മേളിലേക്ക് വരുന്തോറും സർഫസിനോട് അടുത്തെത്തുമ്പോഴേക്കും പ്രഷർ കുറഞ്ഞാണ് വരുന്നത്. പ്രഷർ കുറയുമ്പോൾ ബബിളിൻ്റെ വോളിയം കൂടും. അതാണ് താഴേന്ന് ബബിൾ മേളിലേക്ക് വരുമ്പോഴേക്കും സൈസ് ബിഗറായിട്ട് നമുക്ക് കാണുന്നത്. ക്വസ്റ്റ്യൻ: ലിക്വിഡ് അമോണിയയുടെ കണ്ടെയ്നേഴ്സ് നമ്മൾ തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം സബ്മേർജ് ചെയ്ത് ഇട്ട് വെച്ചതിന് ശേഷമാണ് ഓപ്പൺ ചെയ്യാറുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ലിക്വിഡ് അമോണിയ നല്ല ഹൈ പ്രഷറിലായിരിക്കും ഈ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നോർമൽ റൂം ടെമ്പറേച്ചറിൻ്റെ ലെവലിൽ തന്നെ ആകുമ്പോൾ തന്നെ അത് വേപ്പർ പ്രഷർ ഈ കണ്ടെയ്നറിൽ നന്നായിട്ടുണ്ടാകും. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആയിരിക്കും. നമ്മൾ കുറച്ച് നേരം കോൾഡ് വാട്ടറിൽ ഇതിൻ്റെ ചൂടിനെ ടെമ്പറേച്ചറിനെ ഒന്ന് കുറയ്ക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ കോൾഡ് വാട്ടറിൽ ഇരിക്കുമ്പോൾ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ആ വേപ്പറിൻ്റെ പ്രഷറും കുറയും. അപ്പോൾ കുറച്ചും കൂടി സേഫ് ആയിട്ട് നമുക്ക് കണ്ടെയ്നർ ഓപ്പൺ ചെയ്യാൻ പറ്റും. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: Consider the chemical reaction. 2H2 plus O2 gives 2H2O.
ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്ത് വാട്ടർ ഉണ്ടാകുന്ന റിയാക്ഷൻ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഗ്രാംസ് ഓഫ് വാട്ടർ വിൽ ബി ഒബ്റ്റൈൻഡ് ഇഫ് 40 grams ഓഫ് ഹൈഡ്രജൻ റിയാക്ട്സ് കംപ്ലീറ്റ്ലി വിത്ത് ഓക്സിജൻ. 40 grams ഓഫ് ഹൈഡ്രജൻ എടുത്താൽ റിയാക്ഷൻ കഴിയുമ്പോൾ എത്ര ഗ്രാംസ് ഓഫ് വാട്ടർ ഉണ്ടാവുമെന്നാണ് നമുക്ക് കണക്കാക്കേണ്ടത്. ആദ്യം നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതി. 2H2 + O2 gives 2H2O. മോൾ റേഷ്യോ എഴുതാം. 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് 2 മോൾ വാട്ടർ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. സോ H2:O2:H2O 2:1:2 മോൾ റേഷ്യോ കിട്ടി. 2 മോൾസ് ഓഫ് ഹൈഡ്രജൻ പ്രൊഡ്യൂസസ് 2 മോൾസ് ഓഫ് വാട്ടർ. 2 മോൾസ് ഓഫ് ഹൈഡ്രജൻ 2 മോൾസ് ഓഫ് വാട്ടർ. 1 1 രണ്ടും എത്ര ഹൈഡ്രജൻ എടുക്കുക അത്രയും തന്നെ മോളിൽ വാട്ടർ കിട്ടുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എത്ര ഹൈഡ്രജൻ എടുത്തു. 40 gram ഹൈഡ്രജൻ ആണ് എടുത്തിരിക്കുന്നത്. 40 gram ഹൈഡ്രജനിൽ എത്ര മോൾ ഉണ്ട്? 40 gram ബൈ മോളിക്കുലാർ മാസ് ഓഫ് ഹൈഡ്രജൻ. മോളിക്കുലാർ മാസ് ഓഫ് ഹൈഡ്രജൻ 2 ആണ്. അപ്പോൾ 40/2 കിട്ടി. 20 മോൾസ് ഓഫ് ഹൈഡ്രജൻ ആണ് എടുത്തിരിക്കുന്നത്. 20 മോൾസ് ഓഫ് ഹൈഡ്രജൻ എടുത്താൽ നമുക്ക് എത്ര കിട്ടും? 20 മോൾസ് തന്നെ വാട്ടർ കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ അല്ല ചോദിച്ചിരിക്കുന്നത്, ഹൗ മെനി ഗ്രാംസ് ഓഫ് വാട്ടർ. ഈ 20 മോൾസിൻ്റെ ഗ്രാം വാല്യൂ എത്രയെന്നാണ് നമുക്ക് നോക്കണം. മാസ് ഓഫ് 20 മോൾസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. ഒരു മോളിൻ്റെ മാസിനെ നമ്പർ ഓഫ് മോൾസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മാസ് ഓഫ് ദാറ്റ് 20 മോൾസ് കിട്ടി. മോളാർ മാസ് ഓഫ് വാട്ടർ എത്രയാണ്? 18. നമ്പർ ഓഫ് മോൾസ് എത്ര? 20. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് ചെയ്യുമ്പോൾ 360 gram. 360 gram വാട്ടറാണ് ഉണ്ടാകുന്നത്. മാസ് ഓഫ് വാട്ടർ ഒബ്റ്റൈൻഡ് വെൻ 40 grams ഓഫ് ഹൈഡ്രജൻ കംപ്ലീറ്റ്ലി റിയാക്ട്സ് വിത്ത് ഓക്സിജൻ. 40 grams ഓഫ് ഹൈഡ്രജൻ ഓക്സിജനുമായി കംപ്ലീറ്റ് റിയാക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് 360 gram ഓഫ് വാട്ടർ കിട്ടും. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കെമിക്കൽ ഇക്വേഷൻ CH4 + 2O2 gives CO2 + 2H2O. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ മാസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 16 gram ഓഫ് മീഥെയിൻ. 16 gram മീഥെയിൻ എടുത്താൽ എത്ര ഗ്രാം ഓക്സിജൻ വേണം ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? നമുക്ക് ആദ്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതി. CH4 + 2O2 gives CO2 + 2H2O. ഇത് ഓരോന്നിൻ്റെ കോഎഫിഷ്യൻസ് ആണ്. ഓരോന്നും നമ്പർ ഓഫ് മോൾസ്. 1 മോൾ മീഥെയിൻ പ്ലസ് 2 മോൾ ഓക്സിജൻ. ഇത് റിയാക്ട് ചെയ്തിട്ട് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡും 2 മോൾ വാട്ടർ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കണേ. കോഎഫിഷ്യൻസും വെച്ച് നോക്കുമ്പോൾ CH4 ഓക്സിജൻ CO2 H2O. റേഷ്യോ ഏതാണ്? 1:2:1:2. ഇനി നമ്മളോട് കമ്പയർ ചെയ്യാനുള്ളത് ഓക്സിജൻ എത്ര വേണം 16 gram മീഥെയിന്. ഒരു മീഥെയിൻ 1 മോൾ മീഥെയിന് വേണ്ട ഓക്സിജൻ ഡബിളാണ്. 1 മോളിന് 2 മോൾ ഓക്സിജൻ വേണമെന്ന് നമുക്ക് ഈ മോൾ റേഷ്യോ കമ്പയർ ചെയ്തപ്പോൾ മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം ഈ 16 gram എന്ന് പറഞ്ഞാൽ എത്ര മോളാണെന്ന് നോക്കാം. ഗിവൺ മാസ് 16 gram ആണ്. ഈ 16 ഗ്രാമിൽ എത്ര മോൾ ഓഫ് മീഥെയിൻ ഉണ്ടെന്ന് നോക്കണം. അപ്പം മീഥെയിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം. മീഥെയിൻ്റെ മോളാർ മാസ് കാർബണിൻ്റെത് 12 ആണ്. 4 ഹൈഡ്രജൻ 12 + 4 ആകുമ്പോൾ 16 gram ആണ് മോളാർ മാസ് ഓഫ് മീഥെയിൻ. അപ്പോൾ അതെത്ര മോളാണ് ഈ 16 gram? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. 16/16 1 മോൾ. ഈ 16 gram ഓഫ് മീഥെയിൻ എന്ന് പറഞ്ഞാൽ 1 മോളാണ് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് മോളാർ മാസ് ഓഫ് ഓക്സിജൻ നമുക്കറിയാം 32 gram ആണ്. ഇവിടെ 1 മോൾ ഓഫ് മീഥെയിൻ നീഡ് 2 മോൾസ് ഓഫ് ഓക്സിജൻ. 1 മോൾ ആണ് നമുക്ക് ഈ 16 ഗ്രാമിലുള്ളത്. അപ്പോൾ ആ 1 മോൾ ആണ് റിയാക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മോൾ റേഷ്യോ 1 മോൾ മീഥെയിൻ നീഡ് 2 മോൾസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ നമുക്ക് ഓക്സിജൻ വേണ്ടത് 2 മോൾസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ 2 മോൾസ് എത്രയാണെന്നാണ് ചോദിക്കണേ? മാസ് ഓഫ് ഓക്സിജൻ ആണ്, നമ്പർ ഓഫ് മോൾസ് അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 മോൾസിൽ മാസ് എത്രയെന്ന് കണക്കാം. മാസ് ഓഫ് 2 മോൾസ് ഓഫ് ഓക്സിജൻ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 1 മോളിൻ്റെ മാസ്.
നമ്പർ ഓഫ് മോൾസ് നമുക്ക് 2 ഉണ്ട്. ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 32. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 64 gram. മാസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 16 gram ഓഫ് മീഥേൻ 64 gram ആണ്. കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ. മീഥേൻ പ്ലസ് 2 ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് 16 gram ഓഫ് മീഥേൻ. 16 gram ഓഫ് മീഥേൻ കംപ്ലീറ്റ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ് വോളിയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി 16 gram ഓഫ് മീഥേൻ്റെ എത്ര മോളാണെന്ന് കണക്കാക്കി. അത് 1 mol എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഇനി മീഥേൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. ഈ കെമിക്കൽ ഇക്വേഷൻ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, ഓരോ കോഎഫിഷ്യൻസും മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ മോൾ റേഷ്യോ എഴുതുക. 1 mol ഓഫ് മീഥേൻ റിയാക്ട്സ് വിത്ത് 2 mol ഓഫ് ഓക്സിജൻ. നമുക്ക് കിട്ടുന്നത് 1 mol കാർബൺ ഡൈ ഓക്സൈഡും 2 mol വാട്ടർ. സോ മോൾ റേഷ്യോ CH4 ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ. ഇതിൻ്റെ മോൾ റേഷ്യോ ഓരോന്നിൻ്റെ കോഎഫിഷ്യൻസ് ദാറ്റ് ഈസ് 1:2:1:2. ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് 1 mol മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1 mol കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമ്മൾ ഓൾറെഡി കിട്ടി 1 mol മീഥേൻ ആണ് ഈ 16 gram ഓഫ് മീഥേൻ. മീഥേൻ്റെ മോളിക്കുലർ മാസ് 16 ആണ്. അപ്പോൾ 1 mol എന്ന് പറഞ്ഞാൽ 16 gram. അപ്പോൾ ഈ 16 gram ആണ് ഈ റിയാക്ഷന് എടുത്തിരിക്കുന്നത്. 16 gramൽ 1 mol ഉണ്ട്. ഈ മോൾ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ 1 mol മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1 mol കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾക്ക് 1 mol ആണ് മീഥേൻ ഉള്ളത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും 1 mol തന്നെയായിരിക്കും കിട്ടുന്നത്. Volume of the carbon dioxide produced by the complete combustion of 1 mol of methane at STP. 1 mol of carbon dioxide മോൾ റേഷ്യോ അനുസരിച്ച് നോക്കുമ്പോൾ 1 mol of carbon dioxide at STP 22.4 liter. Volume of carbon dioxide produced by the complete combustion of 16 gram of methane is 22.4 liter. Question. നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം സൾഫേറ്റും വാട്ടർ ആയി മാറുന്ന റിയാക്ഷൻ. ആ കെമിക്കൽ ഇക്വേഷൻ അനലൈസ് ചെയ്യുക. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ 980 kilogram ഓഫ് സൾഫ്യൂരിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി എത്ര കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വേണ്ടി വരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം ആൻസർ. ആറ്റമിക് മാസ് സൾഫറിൻ്റെ 32 ആണ്, കാൽഷ്യത്തിൻ്റെ 40 ആണ് നമുക്കറിയാം. ഇനി നമുക്ക് മോളിക്കുലർ മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും നമുക്ക് കണക്കാക്കാം. ഓരോ ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെയും ആറ്റമിക് മാസിനെ നമ്മൾ സം ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലർ മാസ് 98 U. മോളിക്കുലർ മാസ് ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യത്തിൻ്റെ 40, ഓക്സിജൻ 16, ഹൈഡ്രജൻ 1. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 74 U ആണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ മോളിക്കുലർ മാസ്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾക്ക് എടുത്തെഴുതി. ഇവിടെ എന്താ മനസ്സിലാവുന്നത്? 1 mol ഓഫ് സൾഫ്യൂരിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ 1 mol ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് വേണ്ടിയത്. 1 mol 2 റിയാക്റ്റൻസും 1 mol വീതം ആയിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. 1 mol മോൾ റേഷ്യോ അനുസരിച്ച് നോക്കുമ്പോൾ 1 mol സൾഫ്യൂരിക് ആസിഡ് നീഡ് 1 mol ഓഫ് ലൈം. 1 mol ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് എത്രയാണോ അത് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് 98 U. അപ്പോൾ 98 gram സൾഫ്യൂരിക് ആസിഡാണ് 1 mol ഓഫ് സൾഫ്യൂരിക് ആസിഡ്. 98 gram ഓഫ് സൾഫ്യൂരിക് ആസിഡ് നീഡ് 1 mol ഓഫ് ലൈം. 1 mol ഓഫ് ലൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലൈമിൻ്റെ മോളിക്കുലാർ മാസ് 74 U. അപ്പോൾ 74 gram ആണ് 1 mol ഓഫ് ലൈം. ദാറ്റ് ഈസ് 98 gram ഓഫ് സൾഫ്യൂരിക് ആസിഡ് നീഡ് 74 gram ഓഫ് ലൈം. 980 gram ആയാലോ? 980 ആണെന്നുണ്ടെങ്കിൽ 740 gram ഓഫ് ലൈം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 980 gram അല്ല, 980 kilogram. അപ്പോൾ 980 kilogram sulfuric acid need 740 kilogram of lime. The lime required to neutralize 980 kilogram of sulfuric acid is 740 kilogram.
ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question. State the law that shows the relation between pressure and volume of a gas. ഒരു ഗ്യാസിൻ്റെ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ അത് ഏത് നിയമത്തിലാണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്? ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ ചോദിക്കാം സ്റ്റേറ്റ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റായിട്ടും ചോദിക്കാം. ആൻസർ എഴുതാം. ബോയിൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് at constant temperature, the volume of a fixed mass of a gas is inversely proportional to its pressure. ബോയിൽസ് ലോ എന്താണ് പറയുന്നത്? പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. പ്രഷറും വോളിയവും തമ്മിൽ റിലേഷൻ പറയുമ്പോൾ മൂന്നാമത്തെ പാരാമീറ്ററായ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസിൻ്റെ വോളിയം അതിൻ്റെ പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിരിക്കും. അതായത് വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും, വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു 1/p, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിരിക്കുമ്പോൾ. പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമുക്ക് ഈക്വൽ വെച്ച് റീപ്ലേസ് ചെയ്യാം. V is equal to a constant into 1/p. അതായത് കോൺസ്റ്റൻ്റ് ഇവിടെ നിർത്ത്. ഈ പിയും വിയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി കഴിഞ്ഞ് നോക്കൂ. പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്. പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്, അതാണ് ബോയിൽസ് ലോ പറയുന്നത്. പ്രഷർ ഇൻറ്റു വോളിയം ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന്. ഇനി ഗ്രാഫ് നോക്കൂ. പ്രഷർ എക്സ് ആക്സിസിൽ, വോളിയം വൈ ആക്സിസിൽ. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറഞ്ഞു. ഇനി രണ്ട് സിനാരിയോ. ഫസ്റ്റ് സിനാരിയോയിൽ വോളിയം V1 പ്രഷർ P1 ആണെന്ന് എടുത്താൽ, രണ്ടാമത്തെ സിനാരിയോയിൽ വോളിയം V2 പ്രഷർ V2. അപ്പോൾ ബോയിൽസ് ലോ പ്രകാരം പി വി ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ രണ്ട് സിനാരിയോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതാം. P1 V1 is equal to P2 V2. Question. State the law that shows a relation between volume and temperature. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ആ നിയമം സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചാൾസ് ലോ ആണ്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, സ്റ്റേറ്റ് ചാൾസ് ലോ. ചാൾസ് ലോ എന്താണ് പറയുന്നത്? ചാൾസ് ലോ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ പറയുന്നു കോൺസ്റ്റൻറ്റ് പ്രഷറിൽ. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ പറയുമ്പോൾ തേർഡ് പാരാമീറ്ററായ പ്രഷർ കോൺസ്റ്റൻ്റ് ആയി വരും. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ volume of a mass of gas is directly proportional to its Kelvin temperature. ഇവിടെ ടെമ്പറേച്ചർ ഇവിടെ കൂടി, വോളിയവും കൂടി. ടെമ്പറേച്ചർ കൂടിയപ്പോൾ വോളിയം കൂടി. സോ രണ്ടും ഒരേമാതിരി കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണെന്ന്. വോളിയം ആൻഡ് ടെമ്പറേച്ചർ. വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. വി ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി സൈനിന് നമ്മൾ ഈക്വൽ ടു വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ വി ഈസ് ഈക്വൽ ടു KT. ഈ ടി ടെമ്പറേച്ചറിനെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. V/T ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ചാൾസ് ലോ പ്രകാരം വോളിയം ബൈ ടെമ്പറേച്ചർ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു സിനാരിയോയിൽ നിന്ന് വേറൊരു സിനാരിയോയിലേക്ക് മാറ്റുമ്പോഴും ഈ റേഷ്യോ എപ്പോഴും മെയിൻറ്റെയിൻഡ് ആയിരിക്കും. V/T. ഇവിടെ രണ്ട് സിനാരിയോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സിനാരിയോയിൽ V1 T1 ആണ്, സെക്കൻഡ് സിനാരിയോയിൽ V2 T2 ആണ്. വോളിയവും ആൻഡ് ടെമ്പറേച്ചർ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ V/T എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത കാരണം നമുക്ക് എഴുതാം V1/T1 is equal to V2/T2. Question. What is Avogadro's law? Avogadro's law എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? Avogadro's law പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഒരു ഗ്യാസിൻ്റെ വോളിയവും അതിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇത് തമ്മിലുള്ള റിലേഷനാണ് അവഗാഡ്രോ ലോ പറയുന്നത്. അവഗാഡ്രോ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഒരു കാര്യം നോട്ട് ചെയ്യുക, അവഗാഡ്രോ ലോ പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോളിയവും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ ഇത് ഗ്യാസിൻ്റെ കാര്യത്തിൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഒന്ന് മാറുന്നതിനനുസരിച്ചിട്ട് ബാക്കി രണ്ടെണ്ണവും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കേസിൽ നമ്മൾ വോളിയവും പാർട്ടിക്കിൾസും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. ആ സിനാരിയോയിൽ നമ്മൾ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, വോളിയം മാറ്റി നിർത്തിയാൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആ രണ്ട് പാരാമീറ്റേഴ്സും കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്താലാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഈ അവഗാഡ്രോ ലോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് ബോയിൽസ് ലോ പറയുമ്പോൾ
ബോയിൽസ് ലോ പറഞ്ഞത് റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ. ആ സമയത്ത് ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. ചാൾസ് ലോ പറയുമ്പോൾ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ. അന്നേരം പ്രഷർ കോൺസ്റ്റൻ്റ് ആയി കൺസിഡർ ചെയ്യണം. ഇവിടെ അവഗാഡ്രോ ലോ വോളിയം ആൻഡ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ആ കേസിൽ വരുമ്പോഴേക്കും വോളിയം കഴിഞ്ഞിട്ടുള്ള അടുത്ത 2 പാരാമീറ്ററായ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. അവഗാഡ്രോ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. വോളിയം അതിലെ നമ്പർ ഓഫ് മോളിക്യൂൾസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്ന, അതായത് വി ഈസ് ഈക്വൽ ടു എൻ. എൻ ഇസ് എ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ. ഇനി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. വോളിയം പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ്. അപ്പോൾ സെയിം വോളിയത്തിൽ ഉള്ള ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. എത്ര വോളിയം ഉണ്ടോ അത്രമാത്രം പാർട്ടിക്കിൾ ഉണ്ടാകുന്നു ആണ് വി ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ. അപ്പോൾ ഈക്വൽ വോളിയം ആണ് ഈ ഓക്സിജൻ, ഹൈഡ്രജൻ, വാട്ടർ വേപ്പർ, ഇതെല്ലാം വോളിയം സെയിം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇതിലെല്ലാം ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഇവിടെ ഈ കേസിൽ മോളിക്യൂൾസ് ആണ് ഈക്വൽ നമ്പർ ആണെന്ന് മനസ്സിലായി. ഇനി ഇത് തിരിച്ചു പറഞ്ഞാലോ, ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് എനി ഗ്യാസ് ഓക്യുപ്പൈ ഈക്വൽ വോളിയംസ്. ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് നമുക്ക് ഡിഫറെൻറ്റ് ഗ്യാസിൻ്റെ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓക്യുപ്പൈ ചെയ്യുന്നത് ഈക്വൽ വോളിയത്തിലായിരിക്കും. അതായത് വോളിയം ഇസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഈക്വൽ വോളിയം ഓഫ് എനി ഗ്യാസ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അവഗാഡ്രോ ലോ സാറ്റിസ്ഫൈഡ് ആവണത് പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ മാത്രമാണ്. ഈ 3 കേസിലും ഈക്വൽ വോളിയം കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് എൻഷുർ ചെയ്യണമെങ്കിൽ ആ 3 കേസിലും സെയിം പ്രഷറിലും സെയിം ടെമ്പറേച്ചറിലും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായിരിക്കണം. അതാണ് അവഗാഡ്രോ ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ആ കേസിൽ മാത്രമാണ് അവഗാഡ്രോ ലോ സാറ്റിസ്ഫൈഡ് ആകുള്ളൂ. അവഗാഡ്രോ ലോയുടെ 1-2 ഡെയിലി ലൈഫ് എക്സാമ്പിൾ കൂടി നമ്മൾ മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. ഒരു ആപ്ലിക്കേഷനാണ് ഇൻഫ്ലേറ്റിംഗ് ബലൂൺസ്. ബലൂണിലേക്ക് നമ്മൾ എയർ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും കൂടുതൽ എയർ മോളിക്യൂൾസ് ബലൂണിനുള്ളിൽ എത്തുമ്പോൾ വോളിയം കൂടും. സെയിം തിങ് തന്നെ ഫുട്ബോളിലും എയർ ഫില്ലിംഗ് നടക്കുമ്പോൾ കൂടുതൽ എയർ മോളിക്യൂൾസ് വന്ന് ഫുട്ബോളിൻ്റെയും ബലൂണിൻ്റെയും എല്ലാം സൈസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും അവഗാഡ്രോ ലോയുടെ ഡെയിലി ലൈഫിലുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്താണ്? ആക്ച്വലി കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ബോയിൽസ് ലോയെയും ചാൾസ് ലോയെയും കണക്ട് ചെയ്തുള്ള ആ റിലേഷനാണ് പറയുന്നത്. അവിടെ വോളിയവും പ്രഷറും ടെമ്പറേച്ചറും ഇത് 3ഉം എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ബോയിൽസ് ലോ പറയുന്നത് വോളിയം എങ്ങനെയാണ് പ്രഷറുമായി റിലേറ്റ് ചെയ്യുന്നതെന്ന്, ചാൾസ് ലോ പറയുന്നത് വോളിയം എങ്ങനെയാണ് ടെമ്പറേച്ചറുമായി റിലേറ്റ് ചെയ്യുന്നത്. ഇത് 2 ലോയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഈസ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. ബോയിൽസ് ലോ പ്രകാരം വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പി, ദാറ്റ് ഈസ് വി പ്രൊപ്പോർഷണൽ ടു 1/p. ചാൾസ് ലോ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കിയിരിക്കുമ്പോൾ. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ കമ്പൈൻഡ് ഗ്യാസ് ലോ വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു T/P. പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷണലും. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒരു ഈക്വൽ ടു സൈൻ വെച്ച് മാറ്റിയാൽ വി പ്രൊപ്പോർഷണൽ ടു T/P എന്നുള്ളത് വി ഈസ് ഈക്വൽ ടു K ഇൻറ്റു T/P. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. PV/T ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. P ഇൻറ്റു വി, ഈ T ഡിനോമിനേറ്ററിലേക്ക് പോയി. PV/T ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് കമ്പൈൻഡ് ഗ്യാസ് ലോ. ഒരു സിറ്റുവേഷനിൽ പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഇത് 3ഉം ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കുമോ. P1, V1, T1 ആണ് ഇനിഷ്യൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. അത് P2, V2, T2ലേക്ക് ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കുമോ. അപ്പോൾ ഈ കമ്പൈൻഡ് ഗ്യാസ് ലോ പ്രകാരം PV/T ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് എഴുതാം P1 V1/T1 ഇസ് ഈക്വൽ ടു P2 V2/T2.
അങ്ങനെ വരുമ്പോഴേക്കും 2 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളാണ് നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ PV/T. ഇത് മൂന്നും പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ കണക്ട് ചെയ്തിട്ടുള്ള സിനാരിയോ ആണെങ്കിൽ PV/T ഈസ് എ കോൺസ്റ്റൻറ്റ്. ക്വസ്റ്റ്യൻ: എ ഗ്യാസ് ഓക്യുപ്പൈസ് 6 liter at 1 atm pressure. What will be its volume at 2 atm pressure? Temperature is constant. നമുക്ക് ഒരു സിറ്റുവേഷൻ തന്നിരിക്കുന്നത് പ്രഷർ 1-ൽ നിന്ന് 2-ലേക്ക് മാറി. അപ്പോൾ വോളിയത്തിലുള്ള ചേഞ്ചാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഏത് ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് കൺഫ്യൂഷൻ ആകണ്ട. ഡയറക്റ്റ്ലി നമുക്ക് ഗിവൺ വാല്യൂസ് എടുത്തെഴുതാം. അപ്പോൾ നമുക്ക് ഏത് ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിന് ക്ലാരിറ്റി കിട്ടും. ഫസ്റ്റ് സിനാരിയോ പ്രഷർ 1 atm, വോളിയം 6 liter. സെക്കൻഡ് സിനാരിയോ ആകുമ്പോൾ പ്രഷർ 2 atmലേക്ക് മാറി, വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രഷറും വോളിയവുമുള്ള റിലേഷനുള്ള ലോ ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അത് ബോയിൽസ് ലോ. ബോയിൽസ് ലോ എന്താ പറയുന്നത്? PV ഈസ് എ കോൺസ്റ്റൻറ്റ്. ബോയിൽസ് ലോ പ്രകാരം PV ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ P1 ഈസ് ഈക്വൽ ടു P2 V2. നമുക്ക് V2 മാത്രമാണ് ഇവിടെ അൺനോൺ ഉള്ളൂ. P1 V1 P2 വാല്യൂസ് നമുക്കറിയാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V2 ഈസ് ഈക്വൽ ടു P1 V1 ബൈ P2 ദാറ്റ്സ് ഈക്വൽ ടു 1 into 6/2, 3 liter. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പ്രഷർ 1 atm നിന്ന് 2 atmലേക്ക് മാറുമ്പോൾ വോളിയം 6 ലിറ്ററിൽ നിന്നുള്ളത് 3 ലിറ്ററിലായിട്ട് കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 300 Kelvin ഈസ് 60 ml. 300 Kelvinൽ ഈ ഹൈഡ്രജൻ ഗ്യാസിൻ്റെ വോളിയം 60 ml ആണ്. അറ്റ് വാട്ട് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് ദിസ് ഗ്യാസ് ബിക്കംസ് 20 ml. സെക്കൻഡ് സിനാരിയോയിൽ വോളിയം 60 ml നിന്ന് 20 mlലേക്ക് റെഡ്യൂസ് ചെയ്തു. ആ സിനാരിയോയിൽ ടെമ്പറേച്ചർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രഷർ കോൺസ്റ്റൻ്റ് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഗിവൺ വാല്യൂസ് എടുത്തെഴുതുക. അപ്പോൾ ഏത് ലോ ആണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ക്ലാരിറ്റി ആകും. ആദ്യ സിനാരിയോയിൽ വോളിയം 60 ml, V1 60 ml, T1 300 Kelvin. സെക്കൻഡ് സിനാരിയോ V2 തന്നിട്ടുണ്ട് 20 ml. V2 is equal to 20 ml. നമുക്ക് കാണേണ്ടത് T2 ആണ്. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ പറയുന്ന ലോ ആണ് ചാൾസ് ലോ. ചാൾസ് ലോ എന്താണ് പറയുന്നത്? വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അപ്പോൾ V/T ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നാണ് ചാൾസ് ലോ പറയുന്നത്. 2 സിനാരിയോ കണക്ട് ചെയ്യുമ്പോൾ V1/T1 ഈസ് ഈക്വൽ ടു V2/T2. അപ്പോൾ ഇതിൽ നമുക്ക് കാണേണ്ടത് അൺനോൺ വാല്യൂ ആയിട്ടുള്ളത് ടെമ്പറേച്ചർ മാത്രം. ടെമ്പറേച്ചർ അറ്റ് സെക്കൻഡ് സിനാരിയോയിൽ T2. സോ T2 ഈസ് ഈക്വൽ ടു T1 V2/V1. ഈ T2 ആണ് കാണേണ്ടത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. T2ൻ്റെ വാല്യൂ T1 V2/V1 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 100K ആണ് കിട്ടുന്നത്. അതായത് ടെമ്പറേച്ചർ വെൻ ദ ഗ്യാസ് വോളിയം അറ്റ് 20 ml ഗ്യാസ് വോളിയം റെഡ്യൂസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ വരുന്നത് റെഡ്യൂസ് ടു 100 Kelvin. ക്വസ്റ്റ്യൻ: വോളിയം ഓഫ് എ ഗ്യാസ് അറ്റ് 27 degrees Celsius 1 atm is 100 ml. 27 ഡിഗ്രിയിൽ 1 atm പ്രഷറിൽ വോളിയം എത്രയാണ്? 100 ml. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ വോളിയം അറ്റ് 273 Kelvin ടെമ്പറേച്ചർ ആൻഡ് 2 atmospheric പ്രഷർ. സെക്കൻഡ് സിനാരിയോയിൽ 273 Kelvinൽ 2 atm പ്രഷറിൽ എന്തായിരിക്കും വോളിയം? അപ്പോൾ ഗിവൺ ഡേറ്റ എടുത്തെഴുതൂ. ഏത് ലോ ആണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. P1 തന്നിരിക്കുന്നത് പ്രഷർ 1 atm ആണ്. വോളിയം 100 ml ആണ്. ടെമ്പറേച്ചർ 27 ഡിഗ്രി ആണ്. നമുക്ക് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 273 ആഡ് ചെയ്യുമ്പോൾ 300 Kelvin. P2 സെക്കൻഡ് സിനാരിയോയിൽ പ്രഷർ 2 atm, P2 2 atm, V2 വോളിയമാണ് നമുക്ക് കാണേണ്ടത്. ദെൻ ടെമ്പറേച്ചർ 273 Kelvin. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ ഇത് മൂന്നും കണക്ട് ചെയ്തിട്ടുള്ള സിനാരിയോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഏത് ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത്? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ആണ് നമുക്ക് വോളിയവും ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള റിലേഷൻ പറയുന്നത്. കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ പറയുന്നു P1 V1/T1 is equal to P2 V2/T2.
ഇവിടെ T2 മാത്രമാണ് നമുക്ക് ഇല്ലാത്ത, ബാക്കി വാല്യൂസ് ഒക്കെ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ നിന്ന് V2 is equal to P1 V1 by T2 by P1 P2. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു V2ൻ്റെ വാല്യൂ. V2 is equal to 1 into 100 into 273 by 300 into 2. 45.5 ml. Volume of the gas will be reduced to 45.5 ml. വോളിയം ആദ്യം 100 ml ആണ്, സെക്കൻഡ് സിനാരിയോയിൽ വോളിയം 45.5 ml റെഡ്യൂസ്ഡ് ആയി. Subscribe to this channel for more videos like this. Question. Volume of a definite mass of gas at 1 atm pressure 1200 liter. How much pressure is to be applied to change the volume to 30 liter? Temperature constant. ഇവിടെ ഒരു ഗ്യാസിൻ്റെ വോളിയം അറ്റ് 1 atm പ്രഷറിൽ 1200 ലിറ്റർ ആണ്. എത്ര പ്രഷർ അപ്ലൈ ചെയ്താലാണ് ഈ വോളിയം 30 ലിറ്ററിലേക്ക് കുറയ്ക്കാൻ പറ്റുന്നത്? ഏത് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്? നമുക്ക് വാല്യൂസ് എടുത്തെഴുതിയിട്ട് നോക്കാം. തന്നിരിക്കുന്ന വാല്യൂസ് എഴുതാം. P1 ഫസ്റ്റ് സിനാരിയോയിൽ P1 1 atm വോളിയമാണ് തന്നിരിക്കുന്നത് 1200 ലിറ്റർ. സെക്കൻഡ് സിനാരിയോയിൽ പ്രഷറാണ് കാണേണ്ടത്, ക്വസ്റ്റ്യൻ മാർക്ക്. പിന്നെ വോളിയം തന്നിട്ടുണ്ട് 30 ലിറ്ററിലേക്കാണ് മാറ്റേണ്ടത്. V2 30 ലിറ്റർ. ഇപ്പോൾ പ്രഷറും വോളിയവുമാണ് കണക്ഷൻ. അപ്പോൾ ഏതാണ്? ബോയിൽസ് ലോ. അപ്പോൾ ഏത് ലോ ആണ് അപ്ലൈ ചെയ്യണമെന്ന് വാല്യൂസ് എടുത്തെഴുതി തന്നിരിക്കുന്ന വാല്യൂസ് എടുത്തെഴുതി കഴിയുമ്പോൾ നമുക്ക് എന്താണ് കാണേണ്ടത് എന്നുള്ളതനുസരിച്ച് ആ പ്രഷറും വോളിയം ആണെങ്കിൽ നമുക്ക് ബോയിൽസ് ലോ, പ്രഷറും ടെമ്പറേച്ചറും ആണ് നമുക്ക് ഈ സിനാരിയോയിൽ തന്നിരിക്കുന്ന ആണെങ്കിൽ നമ്മൾ ചാൾസ് ലോ. അപ്പോൾ ഈ കേസിൽ പ്രഷർ ആൻഡ് വോളിയം, സോ അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ എന്താണ് പറയുന്നത്? P1 V1 is equal to P2 V2. നമുക്ക് സെക്കൻഡ് സിനാരിയോയിലെ പ്രഷറാണ് വേണ്ടത്. P2 is equal to P1 V1 by V2. 1 into 1200 by 30, 40 atm. Pressure needed to change its volume to 30 liter. 1200 ലിറ്ററിൽ നിന്ന് 30 ലിറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് കൊടുക്കേണ്ട പ്രഷർ എത്രയാണ്? 40 atm. Question. What is ideal gas equation? Ideal gas equation എന്നാൽ എന്താണ്? Ideal gas equation അത് ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. പ്രഷറും വോളിയവും ടെമ്പറേച്ചറും അതിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അതിന് ഈക്വൽ പ്രൊപ്പോർഷനിൽ തന്നെയല്ലേ നമ്പർ ഓഫ് മോൾസ്, ആ പാർട്ടിക്കിൾ കൗണ്ടും. ഇത് നാലും തമ്മിലുള്ള റിലേഷനെ ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് തരുന്നത്. ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എല്ലാ ടെമ്പറേച്ചറിലും പ്രഷറിലും ഫോളോ ചെയ്യുന്ന ഗ്യാസിനെ പ്രത്യേകം പറയുന്ന പേരാണ് ഐഡിയൽ ഗ്യാസസ്. നമുക്ക് നോക്കാം. ബോയിൽസ് ലോ പറയുന്നു വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. വോളിയം കൂടിയാൽ പ്രഷർ കുറയും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ. ഇവിടെ എന്നും കോൺസ്റ്റൻറ്റ്. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, അതായത് ആ പാർട്ടിക്കിൾ എത്ര എമൗണ്ടിൽ എടുത്തു ആ എമൗണ്ടും കോൺസ്റ്റൻ്റ് ആയി ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്തിൽ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ, ബോയിൽസ് ലോ പ്രകാരം. നെക്സ്റ്റ് ചാൾസ് ലോ പ്രകാരം വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോൾ അത് അടുത്ത രണ്ട് പ്രഷറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇനി അവഗാഡ്രോ ലോ പറയുന്നത് എന്താണ്? വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ്. അവഗാഡ്രോ ലോ പ്രകാരം വോളിയം പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് n. ഈ കേസിൽ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നു. ഇനി ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്താൽ എന്താവും? വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ നമുക്ക് ഈക്വൽ ടു വെച്ച് റീപ്ലേസ് ചെയ്താലോ? V is equal to a constant into 1/p Tn. That is ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. V into P. PV ഈക്വൽ ടു കോൺസ്റ്റൻറ്റിന് നമ്മൾ R എന്നെടുത്തു, T and N. That is PV equal to N into R into T. PV equal to nRT എന്ന് പറയുന്നതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഈ ആറിന് പറയുന്ന പേര് യൂണിവേഴ്സൽ ഗ്യാസ്
കോൺസ്റ്റൻറ്റ്. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുത്ത് ആ കോൺസ്റ്റൻ്റ് ആണ് R. അതിന് പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. PV ഈക്വൽ ടു nRT ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. മോൾ കൺസെപ്റ്റ് പ്രകാരം 1 മോൾ ഓക്യുപ്പൈ ചെയ്യുന്ന എത്ര ലിറ്റർ ആണ്? എനി ഗ്യാസ് 1 മോൾ ആണോ അത് ഓക്യുപ്പൈ ചെയ്യുന്നത് 22.4 ലിറ്റർ STPയിൽ. 1 മോൾ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസും ഉണ്ടാകും. ഇവിടെ ഒരു പോയിന്റ് നോട്ട് ചെയ്യാനുള്ളത്, ഒരു ഗ്യാസിനെ നമ്മൾ മോളിക്കുലർ മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുത്തെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മോളിക്കുലർ മാസ് 32 ഗ്രാം, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 44 ഗ്രാം. അതായത് 1 മോളിൻ്റെ മാസ് ഓരോ ഗ്യാസിനും വ്യത്യാസമാണ്. പക്ഷേ 1 മോളിൻ്റെ വോളിയം, ഗ്യാസിന് ഡയറക്റ്റ്ലി വോളിയമാണ് കൂടുതൽ ആപ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ എനി ഗ്യാസ് എടുത്താലും ഓക്സിജനായോ കാർബൺ ഡൈ ഓക്സൈഡോ ഏതാണെന്നുണ്ടെങ്കിലും ഒരു മോളാണോ അത് ഒക്യുപ്പൈ ചെയ്യുന്നത് 22.4 ലിറ്റർ. എല്ലാത്തിനും സെയിം ആണ്. വോളിയം 22.4 ആണെങ്കിൽ അത് 1 മോൾ. അതുകൊണ്ട് PV = nRT എന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എല്ലാ ഐഡിയൽ ഗ്യാസിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിരിക്കും. ഐഡിയൽ ഗ്യാസ് പറഞ്ഞാൽ ഗ്യാസസ് വിച്ച് ഫോളോസ് ദിസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ at all temperature and pressure. Question: 224 liter of oxygen gas is taken at STP. Answer the given questions. തന്നിരിക്കുന്ന വോളിയം 224 ലിറ്റർ ആണ്. ഇതിൽ എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ഉണ്ടെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വോളിയം ഒരു മോളിൻ്റെ വോളിയം നമുക്കറിയാം 22.4 ആണ്. അപ്പോൾ എത്ര മോൾസ് ഉണ്ടെന്ന് നോക്കാൻ തന്നിരിക്കുന്ന വോളിയത്തിന് 22.4 വെച്ചിട്ട് ഡിവിഷൻ ചെയ്താൽ മതി. ആൻസർ: ഗിവൺ വോളിയം 224 ലിറ്റർ, നമ്പർ ഓഫ് മോൾസ് ഗിവൺ വോളിയം ബൈ 22.4 കിട്ടുന്നത് 10 മോൾസ് ആണ് ഈ 224 ലിറ്റർ ഓക്സിജനിൽ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ മെനി മോളിക്യൂൾസ് ആർ ദെയർ ഇൻ ഇറ്റ്? ഈ 10 മോൾസിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? ആൻസർ: ഒരു മോളിലുള്ളത് അവഗാഡ്രോ നമ്പർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഓക്സിജൻ ഇപ്പോൾ ഉള്ളത് 10 മോൾസ് ആണ്. അപ്പോൾ 10 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇത് കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ദിസ് ഓക്സിജൻ സാമ്പിൾ. തന്നിരിക്കുന്ന 224 ലിറ്റർ ഓക്സിജൻ ഈ സാമ്പിളിൻ്റെ മാസ് എത്രയാണെന്നാണ് കണക്കാക്കേണ്ടത്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടി 10 ആണ്. മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ എത്രയാണ്? 32. ഒരു ഗ്രാമിൻ്റെ മോളിക്കുലാർ മാസ് 32 U ആവുമ്പോൾ മോളാർ മാസ്, ഒരു മോൾ ഓഫ് ഓക്സിജൻ്റെ മാസ് 32 ഗ്രാം പെർ മോളാണ്. നമുക്കുള്ളത് 10 മോൾസ് ആണ്. സോ 10 × 32 320 ഗ്രാം ആണ് ഈ ഗിവൺ സാമ്പിളിലെ ഓക്സിജൻ്റെ മാസ്. ക്വസ്റ്റ്യൻ: നമ്മൾക്ക് 3 സാമ്പിൾസ് തന്നിട്ടുണ്ട്. 64 ഗ്രാം ഓക്സിജൻ, 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്, 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ NH3 മോളിക്യൂൾസ്. ഇതിൽ ഓരോന്നിലും എത്ര വോളിയം ഉണ്ടെന്ന് നോക്കി ഈക്വൽ വോളിയമുള്ള സാമ്പിൾസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കാൽക്കുലേഷൻ ഓഫ് ദ 64 ഗ്രാം ഓക്സിജൻ എത്ര മോൾ ഉണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. 64 ഗ്രാം ഓക്സിജൻ 64/32 ആണ് ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ്. അപ്പോൾ നമുക്ക് ഓക്സിജൻ്റെത് 2 മോൾസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്രയുണ്ടാവും? 44 മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 44 ആണ്. അപ്പോൾ 44/44 1 മോൾ. സി എന്താണ്? 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് അമോണിയ. 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് അമോണിയ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു മോളിലാണ് അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇത് 2 മോൾസ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ 2 മോൾസ് ഉള്ളത് ഏതൊക്കെയാണ്? A ആൻഡ് C. 64 ഗ്രാം ഓക്സിജനും 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് അമോണിയാസ് മോളിക്യൂൾ ഈ C. ഇത് രണ്ടുമാണ് ഈക്വൽ വോളിയംസ് ഉള്ളത്. ഈക്വൽ നമ്പർ ഓഫ് മോൾസ്, ഈക്വൽ വോളിയംസ്. ഒരു മോൾ ഓക്യുപ്പൈ ചെയ്യുന്നത് 22.4 ആണ്. അപ്പോൾ 2 മോൾസ് 2 ഇൻറ്റു 22.4 ലിറ്റർ ആയിരിക്കും എയുടെയും സിയുടെയും വോളിയം. ക്വസ്റ്റ്യൻ: ഡ്യൂറിങ് സമ്മർ വെഹിക്കിൾ ടയേഴ്സ് ആർ ഫിൽഡ് വിത്ത് എയർ അറ്റ് ലോവർ പ്രഷർ. സമ്മറിൽ
വെഹിക്കിൾസിൻ്റെ എല്ലാം ടയറിൽ ലോവർ പ്രഷറിലാണ് ഫില്ല് ചെയ്യുന്നത്. അതിൻ്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ചാൾസ് ലോ ആണ് പറയുന്നത്. ചാൾസ് ലോ പ്രകാരം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ടെമ്പറേച്ചർ കൂടുന്തോറും വോളിയം കൂടും. അപ്പോൾ സമ്മറിൽ എന്തായാലും ടെൻഡൻസി ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊപ്പോർഷണലി വോളിയവും കൂടാനുള്ള ടെൻഡൻസിയാണ് ടയറിൽ വരുന്നത്. ആ വോളിയം കൂടാൻ പറ്റാതെ ആയിക്കഴിഞ്ഞാൽ പ്രഷർ ഇൻക്രീസ് ചെയ്ത് ടയർ പൊട്ടാനുള്ള ചാൻസ് ആണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സമ്മറിൽ നമ്മൾ ലോവർ പ്രഷറിൽ ഫില്ല് ചെയ്യുന്നത് എയർ. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ 1 word ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ: ദ ലോ ദാറ്റ് റിലേറ്റ്സ് പ്രഷർ ആൻഡ് വോളിയം. ഒരു ഗ്യാസിൻ്റെ പ്രഷറും വോളിയം റിലേറ്റ് ചെയ്യുന്ന ലോ ഏതാണ്? ബോയിൽസ് ലോ. ദ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഈസ്. എസ് ടി പിയിലുള്ള ടെമ്പറേച്ചർ വാല്യൂ എത്രയാണ്? 273 കെൽവിൻ. 0 ഡിഗ്രി സെൽഷ്യസ് 273 കെൽവിൻ. 1 mole ഓഫ് എനി ഗ്യാസ് കണ്ടെയ്ൻസ് ഡാഷ് പാർട്ടിക്കിൾസ്. എത്ര പാർട്ടിക്കിൾസ് ആണ്? അവഗാഡ്രോ നമ്പർ. വാല്യൂ ഏതാണ്? 6.022 × 10⁻23. SI യൂണിറ്റ് ഓഫ് പ്രഷർ പാസ്കൽ PA. At constant pressure, volume of a gas is directly proportional to its dash temperature. കെൽവിൻ ടെമ്പറേച്ചർ. ഇവിടെ കെൽവിൻ ടെമ്പറേച്ചറിന് സ്പെസിഫിക് ആയിട്ട് പറയണം. കാരണം ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിൽ 0, അതായത് കെൽവിൻ നോക്കുമ്പോൾ ഇതാണ് കെൽവിൻ്റെ അബ്സല്യൂട്ട് 0 വാല്യൂ. അബ്സല്യൂട്ട് 0 വാല്യൂയിൽ വോളിയം നമുക്ക് 0 ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ ഈ ചാൾസ് ലോ പ്രകാരമുള്ള ഈ റിലേഷൻ, ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു, ആ റിലേഷൻ കെൽവിൻ സ്കെയിലാകുമ്പോൾ പ്രോപ്പറായി മാച്ച് ചെയ്യും. പക്ഷേ ഡിഗ്രി സെൽഷ്യസിൽ നോക്കുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ വോളിയം നോക്കൂ, ഇവിടെയാണ് വോളിയം 0-യിലല്ല. 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിട്ട് നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചറിലേക്ക് ആയാലും വോളിയം സ്റ്റിൽ പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് കറക്റ്റ് ഈ ഗ്യാസ് ലോസ് ആപ്ലിക്കബിൾ ആകുന്നത് കെൽവിൻ സ്കെയിലിൽ ടെമ്പറേച്ചർ നോക്കി അബ്സല്യൂട്ട് 0-നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആ സ്കെയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് കെൽവിൻ ടെമ്പറേച്ചർ. ക്വസ്റ്റ്യൻ: The volume of 1 mole of a gas at STP is dash liter, 22.4 liter. ഏത് ഗ്യാസിൻ്റെയും 1 mole ആണോ 22.4 ലിറ്റർ ആണ്? The combined gas equation is given by the formula. കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ബോയിൽസ് ലോയും ചാൾസ് ലോയും കമ്പൈൻഡ് ആയിരിക്കുന്നത്. PV എന്ന് പറഞ്ഞാൽ ബോയിൽസ് ലോ, P/T എന്ന് പറയുമ്പോൾ ചാൾസ് ലോ. ഇത് കമ്പൈൻഡ് ആയിട്ട് ഒരുമിച്ച് എഴുതുമ്പോൾ PV/T. P1 V1/T1 is equal to P2 V2/T2. അതാണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. The symbol for universal gas constant, capital R. The mass of 1 mole of a substance in gram is called its dash mass, molar mass. 1 മോളിൻ്റെ മാസ് എന്ന അർത്ഥത്തിൽ മോളാർ മാസ്. The number, Avogadro number, it is known as Avogadro number, 6.022 × 10⁻23. അതിന് പറയുന്നത് Avogadro number. The smallest particle of a compound that can exist on its own is called. ഒരു കോമ്പൗണ്ടിൻ്റെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ, കോമ്പൗണ്ടിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും കാണിക്കാൻ പറ്റുന്ന സ്മോളസ്റ്റ് പാർട്ടിക്കിൾ മോളിക്യൂൾ. മോളിക്യൂൾ ലെവലിൽ നിന്ന് ആറ്റത്തിലേക്ക് വീണ്ടും ചെറുതാക്കി കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ആയിട്ടാണ് മാറുന്നത്. അവിടെ ഒരു കോമ്പൗണ്ടിൻ്റെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ അതിൻ്റെ മോളിക്യൂൾ ലെവലിലാണ്. ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT. Here N stands for number of moles. The collision of gas molecules are considered to be perfectly dash elastic. അതായത് ഗ്യാസ് മോളിക്യൂൾസ് കണ്ടെയ്നറിൻ്റെ വോളിൽ ഹിറ്റ് ആകുന്നത് അത് ഇലാസ്റ്റിക് കൊളീഷനാണ് അവിടെ നടക്കുന്നത്. ഇലാസ്റ്റിക് കൊളീഷൻ ആകുമ്പോൾ എനർജി ലൂസ് ആകുന്നില്ല എന്നത് എൻഷുർ ചെയ്യുന്നത് ഈ ഇലാസ്റ്റിക് കൊളീഷൻ നടന്നതുകൊണ്ടാണ്. അപ്പോൾ
ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൊളീഷൻസ് കൺസിഡർഡ് ടു ബി ഇലാസ്റ്റിക്. STP stands for standard temperature and pressure. Question. The atomic mass of an element is the average mass of its dash isotope. ഒരു എലമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസോട്ടോപ്പ് പല പല അളവുകളിൽ എക്സിസ്റ്റിംഗ് ആണ് നേച്ചറിൽ. അപ്പോൾ ആ പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ ആറ്റമിക് മാസ് കണക്കാക്കുമ്പോൾ ഈ ഓൾ ഐസോട്ടോപ്പിനെയും അതിൻ്റെ ഏത് അളവിലാണ് ഓരോ ഐസോട്ടോപ്പും നേച്ചറിൽ ഉള്ളതെന്നൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആറ്റമിക് മാസ് കണക്കാക്കുന്നത്. സോ ഐസോട്ടോപ്സ്. ദ ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ ഈസ് കോൾഡ് ഡാഷ് absolute zero. Absolute zero value -273.15 degrees Celsius. A substance must be in the dash stage to obey gas laws. ഗ്യാസ് ലോ ഒബേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സ്റ്റൻസ് ഗ്യാസ് ഫോമിലായിരിക്കും, ഗേഷ്യസ് ഫോമിലായിരിക്കണം. GAM stands for gram atomic mass. The SI unit for the amount of substance is mole. The standard pressure in STP standard pressure 1 atmospheric pressure 1 atm. The volume of 1 mole of any gas at STP 22.4 liter. The force exerted by a unit area is called pressure. The value of the lowest possible temperature -273.15 degree Celsius. അതായത് 0 കെൽവിൻ. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.